clip and here she is. Love this tune. ഹലോ എവരി വൺ, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ദുബായിലോട്ട് തിരിച്ചു പോകുമ്പോൾ ഇവർ രണ്ടുപേരെയും കൊണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഉണ്ടായ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഈദിൻ്റെ ഡേറ്റത്തെ കുറച്ച് ക്ലിപ്സും ഉള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത്. എനിക്ക് നല്ല പേടിയുണ്ടേനി ഇവർ രണ്ടുപേരെയും കൊണ്ട് പോകാൻ. കാര്യം മൂത്ത ആൾക്ക് 2 വയസ്സും ചെറിയ ആൾക്ക് 1.5 മാസമുള്ളപ്പോഴാണ് ഞാൻ ഇവർ രണ്ടുപേരെയും കൊണ്ട് പോയത്. എനിക്കറിയുന്നൊരു ഫാമിലി ഉണ്ടേനി കൂടെ, പക്ഷേ ചെക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. കാര്യം ഇവനെടുക്കാൻ ചെറിയ ആളെ ഓരെടുത്തിട്ടുണ്ടായിനി. പിന്നെ ഞാൻ കുറേ ഫീഡൊക്കെ ചെയ്തിട്ടാണ് ഫ്ലൈറ്റിലോട്ട് കയറിയത്. അങ്ങനെ ചെറിയ ആൾ അവരെ കയ്യിൽ കൊടുത്തിട്ടോ. ഞങ്ങളെ സീറ്റ് എൻ്റെയും എൻ്റെ സീറ്റ് ഫ്രണ്ടിലും അവരെ സീറ്റ് ബാക്കിലും ആയിട്ട് ആണ് ഉണ്ടായത്. അങ്ങനെ ടേക്ക് ഓഫിന് മുന്നേ തന്നെ ആൾ നന്നായിട്ട് കരയാൻ തുടങ്ങി. അങ്ങനെ ഇവർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുമല്ലോ ടേക്ക് ഓഫിൻ്റെ മുന്നേ, അപ്പോഴാണ് അവൻ കരയാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ എയർ ഹോസ്റ്റസിനോട് റിക്വസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഞങ്ങളെ അവരുടെ അടുത്തേക്ക് ആക്കി തന്നിട്ടോ. സീറ്റ് കുറേ ഒഴിവുണ്ടായിട്ടുണ്ടേനി. പിന്നെ ലാൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് 2 കുഞ്ഞുങ്ങൾ ആയതുകൊണ്ട് വേഗം എല്ലാം കഴിഞ്ഞ് ചെക്കിങ് കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞിട്ടോ. നമുക്ക് കൺസിഡറേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടേനി. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. പക്ഷേ എനിക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം 2 ആൾ എൻ്റെ കയ്യിൽ ആണ് ഉണ്ടായത്, 2 ആൾക്കും എന്നെ വേണം. സോ എനിക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഷെഫിഖാക്ക ഞങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നു. ഞങ്ങൾ റാസൽ ഖൈമയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൂട്ടാൻ വന്ന് റാസൽ ഖൈമ ആയതുകൊണ്ട് തന്നെ അത്ര റഷൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല എയർപോർട്ടിൽ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ സുഖമായിട്ട് തന്നെ എത്തിട്ടോ. ഞാൻ നല്ല പേടിച്ചിട്ടുണ്ടായിനി. ഓരുണ്ടായതുകൊണ്ട്, അറിയുന്ന ഫാമിലി കൂടെ ഉണ്ടായതുകൊണ്ടാണ് കുറേയൊക്കെ ആശ്വാസമായത്. അങ്ങനെ ഞങ്ങൾ സേഫായിട്ട് ഇവിടെ എത്തി. പിന്നെ എല്ലാം ഒന്ന് സെറ്റായി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള വീഡിയോസാണ് കേട്ടോ. ഞാൻ വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് എത്തി. 2 പേര് കളിക്കുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചതാണ്. 2 പേരും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിന് കേട്ടോ. വീട്ടിലെ ക്ലീനിങ്ങും പിന്നെ എല്ലാം ഒന്ന് സെറ്റാക്കണമല്ലോ, കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ എടുത്തൊക്കെ. അങ്ങനെ ഞാൻ ഒരു ദിവസം കൊണ്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടേനി ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിട്ട്. പിന്നെ എമിൻ കളിക്കുമ്പം അങ്ങനെയൊക്കെ ചെയ്ത് കുറേയൊക്കെ റെഡിയാക്കി. പിന്നെ ഞാൻ കുറേ അങ്ങനെ ക്ലീനിങ്ങിൻ്റെയും സെറ്റാക്കുന്നതിൻ്റെ ഒന്നും വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാര്യം വീഡിയോസൊക്കെ എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഇതിൻ്റെ ഡേ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അന്നും എനിക്ക് പൂർണ്ണമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഷെഫിഖാക്ക പള്ളിയിലൊക്കെ പോയി തക്ബീറൊക്കെ ചൊല്ലുന്നുണ്ട് കേട്ടോ പള്ളിയിൽ നിന്ന്. ഇവിടുത്തെ ഇത് പിന്നെ വലിയ രസമൊന്നും ഉണ്ടാവില്ലല്ലോ നാട്ടിലെ പോലെ. ഇവിടെ റിലേറ്റീവ്സും കാര്യങ്ങളൊന്നും വരില്ലല്ലോ. നാട്ടിലാകുമ്പോൾ രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കും വരവൊക്കെ ആണല്ലോ. ഇവിടെ വലിയ വൈബൊന്നുമില്ല. പിന്നെ എൻ്റെ എമീറിൻ്റെ ഫസ്റ്റത്തെ ഈദായതുകൊണ്ട് ഞങ്ങൾക്ക് സ്പെഷ്യലായിന് കേട്ടോ. അങ്ങനെ ഓനെ മാറ്റി ഒരുക്കൊക്കെ വേണമല്ലോ, 2 ആളി മാറ്റി ഒരുക്കണം. പിന്നെ എനിക്ക് റെഡി ആവണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഈദിൻ്റെ ബിരിയാണി ഉണ്ടാക്കണം. അങ്ങനെ ഞങ്ങൾ നേരത്തെ എണീറ്റിട്ടുണ്ടേനി. പള്ളിയിൽ തക്ബീറൊക്കെ ചൊല്ലുന്നുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കട്ട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കിയത്. തലേന്ന് തന്നെ കട്ട്ലേറ്റൊക്കെ സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനി. കാര്യം രാവിലെ എണീക്കുമ്പോൾ ഒന്നായിട്ട് റഷ് ആവുമല്ലോ, അതുകൊണ്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ കട്ട്ലേറ്റൊക്കെ പൊരിച്ച് ചായയൊക്കെ ഞങ്ങൾ കുടിച്ചു. ഷെഫിഖാക്ക പള്ളിയിൽ പോയതേനി വന്നിട്ടാണ് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കട്ട്ലേറ്റൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ട് ഫ്രഷ് ആവാനൊക്കെ വേണ്ടി പോയിട്ടോ. ഫ്രഷൊക്കെ ആയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് തന്നെയാണ് നിസ്കരിച്ചത്, പള്ളിയിലൊന്നും പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ഷെഫിഖാക്ക ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങി. 2 ആൾ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ 2 ആൾ വേഗം കൂടി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിട്ടോ. ഷെഫിഖാക്കൻ്റെ ബിരിയാണീന് ഞാൻ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്ത്, അത്ര തന്നെ. അങ്ങനെ ബിരിയാണിക്ക് റെഡിയായി കഴിഞ്ഞതിന് ശേഷം എമീർ എണീറ്റിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഞങ്ങളെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമാണ് ഓൻ എണീറ്റ്. ഓൻ പിന്നെ നേരത്തെ എണീക്കും. എമിൻ കുറേ നേരം ഉറങ്ങിക്കോളും. കുറേ നേരം മീൻസ് ഒരു 10 മണി 11 മണിയൊക്കെ ആവും ഓനെ എഴുന്നേൽക്കാൻ. അങ്ങനെ ഇവനെ ഞാൻ വേഗം പോയി കുളിച്ച് ഫ്രഷാക്കി. ഇനി ബോഡി ലോഷനൊക്കെ തേച്ച് അവനക്ക് വൈറ്റമിൻ D3 ഒക്കെ കൊടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ കിടത്തിയതാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആൾക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട്
ആളിവിടെ ഹാപ്പി ആയിട്ട് കളിച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ എടുത്തിട്ടു. പിന്നെ ഞാൻ ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആൾ ഉറങ്ങി. പിന്നാണ് നമ്മളെ എമിൻ എണീറ്റ്. അങ്ങനെ എമിനും മാറ്റി റെഡിയൊക്കെ ആക്കി. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയി. എനിക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം 2 ആൾ ഉള്ളതുകൊണ്ട് അറിയാലോ, നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണേ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.